പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനങ്ങൾ 91:14 ഇപ്രകാരം പറയുന്നു: അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. പ്രിയ സഹോദരങ്ങളെ, നാം ദൈവത്തോട് ചേർന്ന് നിൽക്കണം. ദൈവത്തിൻ്റെ നാമം നാം മനസ്സിലാക്കണം. ദൈവം നമ്മെ കൈവിടുകയില്ല. വിശ്വാസത്തോടെ നാം ദൈവത്തിന് മുമ്പിൽ എന്തു യാചിച്ചാലും ദൈവം നമുക്ക് നൽകും. പൂർണ്ണ വിശ്വാസമുള്ള ഹൃദയമാണ് നമുക്ക് വേണ്ടത്. ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ എല്ലാ സങ്കടങ്ങളും നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് സമർപ്പിക്കാം. എപ്പോഴും സഹായത്തിനായി പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് നമുക്ക് ദൈവത്തോടു കൂടിയായിരിക്കാം. അമ്മ മാതാവ് നമുക്ക് വേണ്ടി ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കും. അമ്മയുടെ മാധ്യസ്ഥത ശക്തിയുള്ളതാണ്. വിശ്വാസത്തോടുകൂടി നമുക്ക് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കാം. പരിശുദ്ധ അമ്മേ, കൃപാസന പ്രസാദപര മാതാവേ, നിന്റെ മക്കളിതാ ഹൃദയം തകർന്നുകൊണ്ട് നിന്റെ സന്നിധിയിൽ അണഞ്ഞിരിക്കുന്നു. അമ്മേ മാതാവേ, ഞങ്ങളെ ഈശോയോട് ചേർത്ത് നിർത്തേണമേ. ഞങ്ങളുടെ ആകുലതകളും വേദനകളും ഞങ്ങളുടെ ആവശ്യങ്ങളും അറിഞ്ഞ് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ രോഗാവസ്ഥകളിലേക്ക് കടന്നു വരയണമേ. വിട്ടുമാറാത്ത ഞങ്ങളെ അലട്ടുന്ന സകലവിധ രോഗങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് വിടുതൽ നൽകണമേ. ഈശോനാഥ, നീ അന്ധന് കാഴ്ച കൊടുത്തതുപോലെ, ചെകിടന് കേൾവി കൊടുത്തതുപോലെ, കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയതുപോലെ, രക്തസ്രാവക്കാരിയെ സുഖപ്പെടുത്തിയതുപോലെ അങ്ങ് ഈ ഭൂമിയിൽ പ്രവർത്തിച്ചിട്ടുള്ള സകല അത്ഭുതങ്ങളും ഞങ്ങളിൽ പ്രവർത്തിക്കണമേ. അങ്ങേക്ക് മാത്രമേ ഞങ്ങളെ രക്ഷിക്കാനാവുകയുള്ളൂ. വൈദ്യൻ പോലും ഉപേക്ഷിച്ച ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് അങ്ങ് കടന്നു വരയണമേ. ഞങ്ങളെ ഒന്ന് സ്പർശിക്കണമേ. അങ്ങയുടെ കരത്തിൽ നിന്ന് രോഗസൗഖ്യശക്തി ഞങ്ങളിലേക്ക് ഒഴുക്കണമേ. ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ ഞങ്ങൾ നിലവിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകണമേ. ഞങ്ങളിൽ വന്നു പോയിട്ടുള്ള കുറവുകളാണ് ഈ രോഗങ്ങൾക്ക് കാരണമെങ്കിൽ ആ കുറവുകളെല്ലാം നികത്തി തരണമേ. ഞങ്ങൾ ചെയ്തു പോയ എല്ലാ പാപങ്ങളെയും ഓർത്ത് ഞങ്ങൾ പശ്ചാത്തപിച്ച് കണ്ണീരോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിലേക്ക് കടന്നു വരണമേ. ഞങ്ങളിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ. ഈശോയെ, ഞങ്ങളെ കൈവിടരുതേ. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ രോഗാവസ്ഥയിലാണോ? നിങ്ങളുടെ വേണ്ടപ്പെട്ടവർ രോഗാവസ്ഥയിലാണോ? നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ രോഗാവസ്ഥയിലാണോ? അവരെ എല്ലാം ഓർത്ത് മൗനമായി ഈശോയുടെ കരങ്ങളിലേക്ക് അവരെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, നെഞ്ചു നീറിയ വേദനയോടെ അമ്മയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന ഈ രോഗികളായ മക്കളെ അങ്ങേ പുത്രന് കാണിക്കയായി സമർപ്പിച്ച് ഞങ്ങൾക്ക് വേണ്ടി അമ്മ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ. അവരിൽ ഓരോരുത്തരിലും അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ. സകലവിധ രോഗികളുടെ അരികിലേക്കും അങ്ങ് കടന്നു ചെല്ലണമേ. തല മുതൽ ഉള്ളം കാലുവരെയും തിരുരക്തത്താൽ കഴുകി അവരെ രോഗവിമുക്തരാക്കണമേ. ഈശോനാഥ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. മരിച്ചവനെ ഉയർപ്പിക്കാൻ ശക്തിയുള്ളവനായ ഞങ്ങളുടെ തമ്പുരാനെ, ഞങ്ങളുടെ രോഗാവസ്ഥകളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. ഞങ്ങളുടെ മാതാപിതാക്കളുടെ കഷ്ടപ്പാടുകളിൽ നിന്ന് അവരെ വിടുവിക്കണമേ. അവരുടെ സകല രോഗങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. ഞങ്ങളുടെ സഹോദരങ്ങളുടെ രോഗാവസ്ഥകളിൽ നിന്ന് അവരെ വിടുവിക്കണമേ. ഞങ്ങളുടെ ജീവിത പങ്കാളിയുടെ രോഗാവസ്ഥകളിൽ നിന്ന് അവരെ വിടുവിക്കണമേ. ഞങ്ങളുടെ മക്കളുടെ രോഗാവസ്ഥകളിൽ നിന്ന് അവരെ വിടുവിക്കണമേ. ഞങ്ങൾക്ക് ചുറ്റുമായി കഷ്ടത അനുഭവിക്കുന്ന എല്ലാവിധ രോഗികളെയും അങ്ങ് ഏറ്റെടുക്കണമേ. ഈശോനാഥ, അവരിലെല്ലാം അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളെ കൈവിടരുതേ. ഞങ്ങൾക്ക് കാവലായിരിക്കണമേ. കഷ്ടതകൾ അനുഭവിക്കുന്ന എല്ലാവരുടെയും ഭവനങ്ങളിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ. കടബാധിതയാൽ ഭാരപ്പെടുന്ന ജീവിതത്താൽ കഴിയുന്നവരുടെ അരികിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ. കടം വാങ്ങുന്നവൻ കൊടുക്കുന്നവൻ്റെ അടിമയാണ്. കടമാകുന്ന അടിമത്തത്തിൽപ്പെട്ട് കണ്ണീരോടെ ജീവിക്കുന്ന മക്കൾക്ക് വിടുതൽ കൊടുക്കണമേ. കടങ്ങൾ തീർക്കുവാനുള്ള വഴിവാതിലുകൾ തുറന്നു കൊടുക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കുടുംബ സമാധാനമില്ലാതെ കണ്ണുനീരിൽ ജീവിക്കുന്ന കുടുംബങ്ങളിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ. മദ്യപാനികളായ മക്കളെ അമ്മ ഏറ്റെടുക്കണമേ. ദുർനടപ്പുകൾ മൂലം കുടുംബത്തിൽ സമാധാനമില്ലാതെ കഴിയുന്ന എല്ലാ ഭവനങ്ങളിലേക്കും അമ്മ കടന്നു ചെല്ലണമേ. തെറ്റിപ്പോയ മക്കളെ നേർവഴിക്ക് തിരികെ കൊണ്ടുവരണമേ. ദൈവമക്കളായി ജീവിപ്പാൻ അവരെ പഠിപ്പിക്കണമേ. ഞങ്ങളിൽ ഓരോരുത്തരിലും വന്നു പോകുന്ന കുറവുകൾ നികത്തി തരണമേ. ഞങ്ങളുടെ നാവിലൂടെ വരുന്ന ഓരോ പാഴ്വാക്കുകളും ഞങ്ങളിൽ നിന്ന് മാറ്റിത്തരണമേ.
ദൈവവചനം എപ്പോഴും പറയുന്ന നാവുകളായിരിക്കാൻ ഞങ്ങളുടെ നാവുകളെ വിശുദ്ധീകരിക്കണമേ. ഈശോനാഥ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അങ്ങേക്ക് മാത്രമേ ഞങ്ങളെ രക്ഷിപ്പാനാവുകയുള്ളൂ. ഞങ്ങളുടെ എല്ലാ കഷ്ടപ്പാടുകളിലേക്കും കടന്നു വരണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ജോലിയില്ലാതെ ഭാരപ്പെട്ട് ജീവിക്കുന്ന മക്കൾക്ക് നല്ല ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ. അവരെ നല്ല ജോലി സ്ഥാനങ്ങളിൽ ഇരുത്തണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഉയർന്ന വിദ്യാഭ്യാസത്തിനായിട്ട് ആഗ്രഹിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരാഗ്രഹിക്കുന്നത് പോലെ ഒരു വിദ്യ നേടുവാൻ ആ മക്കളെ ഒരുക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, പരീക്ഷയ്ക്കായി ഒരുങ്ങുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരീക്ഷ എഴുതി റിസൾട്ടിനായി കാത്തിരിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ മക്കൾക്കും നല്ല വിജയം കൊടുക്കണമേ. നല്ല സ്ഥാനങ്ങളിൽ അവരെ ഇരുത്തണമേ. ആരാലും നിന്ദിക്കപ്പെടുവാനോ കളിയാക്കപ്പെടുവാനോ ഞങ്ങളുടെ മക്കളെ വിട്ടുകൊടുക്കരുതേ. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് കാവലായിരിക്കണമേ. എപ്പോഴും ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി അമ്മ ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഭവനമില്ലാതെ ഭാരപ്പെടുന്ന മക്കൾക്ക് നല്ല ഭവനം കൊടുത്ത് അനുഗ്രഹിക്കണമേ. അമ്മേ മാതാവേ, ഭവനം പണി പൂർത്തീകരിക്കാൻ കഴിയാതെ കഷ്ടതയിൽ ജീവിക്കുന്ന മക്കൾക്ക് അതിവേഗം ഭവനം പണി പൂർത്തീകരിക്കുവാനുള്ള വഴിപാടുകൾ തുറന്നു കൊടുക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ബിസിനസ്സുകൾ തകർന്ന് കടക്കെണിയിലായിപ്പോയവരെ അമ്മ ഏറ്റെടുക്കണമേ. തകർന്നുപോയ അവരുടെ ബിസിനസ്സിനെ പണിതുയർത്തുവാൻ തക്കവിധം അമ്മ അവരിൽ ഇടപെടണമേ. അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ലോകമെമ്പാടും പട്ടിണിയിലും ദാരിദ്ര്യത്തിലും കഴിയുന്ന എല്ലാ മക്കളെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കഷ്ടതകൾ അനുഭവിച്ച് ജീവിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ മക്കൾക്ക് എല്ലാവർക്കും അമ്മ കാവൽ നിൽക്കണമേ. ഒരു കുഞ്ഞു പോലും കഷ്ടപ്പെടുവാൻ അനുവദിക്കരുതേ. എന്തെന്നാൽ അങ്ങയുടെ സൃഷ്ടികളാണ് ഞങ്ങൾ ഓരോരുത്തരും. അങ്ങ് സൃഷ്ടിച്ചതാണ് ഞങ്ങൾ ഓരോരുത്തരും. ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് കഷ്ടത അനുഭവിച്ച് കണ്ണുനീരിൽ ജീവിപ്പാൻ ഞങ്ങളെ വിട്ടുകൊടുക്കരുതേ. സകലവിധ സാത്താൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തു പരിപാലിക്കണമേ. ഞങ്ങൾക്ക് സംരക്ഷണം നൽകണമേ. എന്തെന്നാൽ അങ്ങയുടെ മക്കളാണ് ഞങ്ങൾ. ഈശോനാഥ, ഞങ്ങൾക്ക് കാവലായിരിക്കണമേ. ഞങ്ങൾക്ക് സഹായത്തിനായി പരിശുദ്ധ അമ്മയെ നൽകണമേ. ഞങ്ങൾക്ക് ചുറ്റുമായി കാവൽ മാലാഖമാരെ നിയോഗിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഇപ്പോഴീ പ്രാർത്ഥനയിലായിരിക്കുന്ന എല്ലാ മക്കളെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ മക്കളുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ ഞങ്ങളിതാ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അമ്മേ മാതാവേ, ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ദുഃഖങ്ങൾ അറിഞ്ഞ് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ വേദനകളിൽ ആശ്വാസം നൽകണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം നൽകണമേ. എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ. ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേലും അമ്മ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ ഹൃദയം അറിഞ്ഞ് ഞങ്ങളിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് ഞങ്ങളെ സഹായിക്കണമേ. എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ. ആമേൻ. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.